നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. KPCC അധ്യക്ഷനും വയനാട് കോൺഗ്രസ് ഘടകവും പ്രതിക്കൂട്ടിൽ. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത NM വിജയന്റെ കുടുംബവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തമ്മിലുള്ള സംഭാഷണം പുറത്ത്. കടബാധ്യത തീർക്കാമെന്ന് പറഞ്ഞ് KPCC തയ്യാറാക്കിയ ഉടമ്പടി പ്രശ്നം തണുപ്പിക്കാനെന്നും നേതാക്കളെടുക്കുന്ന തീരുമാനങ്ങളോട് യോജിപ്പില്ലെന്നും തിരുവഞ്ചൂർ. കോൺഗ്രസ് നേതൃത്വം വഞ്ചിച്ചു എന്നും പ്രസ്ഥാനത്തിലേക്ക് ഇനിയില്ല എന്നും മരുമകൾ പത്മജ. പത്തനംതിട്ട ചെറൽക്കുന്നിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയ 2 യുവാക്കൾക്ക് അതിക്രൂര മർദ്ദനവും പീഡനവും. ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ പിന്നടിച്ചു. യുവ ദമ്പതികൾ അറസ്റ്റിൽ. പ്രതികൾ സൈക്കോ മനോനില ഉള്ളവരെന്നും യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തിയെന്നും FIR. ഇരുവരെയും ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചതോടെ നിരീക്ഷണം ശക്തമാക്കിയ ആരോഗ്യ വകുപ്പ്. ചികിത്സയിലുള്ള 17-കാരൻ്റെ നില തൃപ്തികരം. ആക്കുളത്തെ നീന്തൽക്കുളത്തിൽ +2 വിദ്യാർത്ഥിക്കൊപ്പം കുളിച്ച സഹപാഠികളും നിരീക്ഷണത്തിൽ. പൂളിൽ നിന്നും ശേഖരിച്ച സാമ്പിളിന്റെ ഫലം ചൊവ്വാഴ്ച. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാക് പോരാട്ടം ഇന്ന് നടക്കാനിരിക്കെ പ്രതിഷേധവുമായി പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ. മത്സരം കാണാൻ BCCI ആധികൃതർ എത്തില്ല. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കർശന സുരക്ഷാ ക്രമീകരണം. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. അപ്പീൽ ഹൈക്കോടതി ഉത്തരവിനെതിരെ. സംഗമം അനുവദിച്ച ഹൈക്കോടതി വിധി അപകടകരമായ കീഴ്വഴക്കമെന്നും പരിപാടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്നും ഹർജിക്കാരൻ. അടിയന്തര അറബ് ഇസ്ലാമിക ഉച്ചകോടി നാളെ ദോഹയിൽ. നിർണായക യോഗം നടക്കുന്നത് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ. ഉച്ചകോടിക്ക് മുന്നോടിയായി അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന്. വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മരുമകൾ പത്മജയുമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ ചർച്ചയുടെ സംഭാഷണം പുറത്ത്. NM വിജയന്റെ മരണത്തിന് പിന്നാലെ കോൺഗ്രസ് നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല എന്നും വഞ്ചിച്ചെന്നും ആരോപിച്ച് പത്മജ ഇന്നലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് NM വിജയന്റെ കുടുംബം തിരുവഞ്ചൂരുമായി നടത്തിയ ചർച്ചയിലൂടെ സംഭാഷണം പുറത്തുവിട്ടത്. ഒളിച്ചുകളി ഇഷ്ടമല്ലെന്നും രാഷ്ട്രീയത്തിലെ തരികിട പണികളോട് യോജിക്കുന്നില്ല എന്നും പറഞ്ഞ വാക്കിനോട് വില വേണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ നോക്കിയാണ്, പക്ഷെ രാഷ്ട്രീയത്തിനകത്തെ തരികിട പണികളൊന്നും ഞാൻ യോജിക്കില്ല. കൂടെയുള്ളവരായാലും പറഞ്ഞ വാക്കിൽ ഇതിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ തുടങ്ങി. അവിടെ തന്നെ പോയി തുകയുടെ ഇതിനെ പറഞ്ഞ് അവിടുന്ന് പോയി ശാന്തമായി ഞാൻ തുക എത്രയാണെന്ന് തീരുമാനിച്ച് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ആ തീരുമാനിച്ചതൊക്കെ അത് പറഞ്ഞിട്ട് വാക്കും പറഞ്ഞ് ചിരിച്ചിട്ട് പോയവർക്ക് അതിനൊരു ബാധ്യതയില്ലേ. ഞാൻ ഈ തരികിട പണിക്കൊന്നും ഞാൻ പോകില്ല. എൻ്റെ പണി രാഷ്ട്രീയമൊക്കെ ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയം ഇതുമാതിരി നാട്ടുകാരുടെ കണ്ണീര് കാണുന്ന രാഷ്ട്രീയം ആരും. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടാണ് തിരുവഞ്ചൂരിന്റെ സംഭാഷണം. പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ വേണ്ടതായിരുന്നുവെന്നും പണം കൊടുക്കാമെന്ന് ചിരിച്ചു വാക്കുകൊടുത്തു പോയവർക്ക് ബാധ്യതയുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. തരികിട പണിക്ക് താൻ പോകാറില്ലെന്നും ഇരുചെവി അറിയാതെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടതായിരുന്നുവെന്നും പറയുന്നുണ്ട്. വിശ്വസിക്കുന്ന പാർട്ടി തകരാതിരിക്കാനാണ് ഇടപെട്ടത്. ഇപ്പോഴത്തെ നിലപാടുകളോട് തനിക്ക് ഒരു യോജിപ്പുമില്ല. എല്ലാവരും കൂടി കുഴിയിൽ ചാടിക്കും. വിജയന്റെ കുടുംബം പറയുന്നതിനോട് 100% യോജിപ്പുണ്ടെന്നും സിദ്ദിഖ് MLA പറഞ്ഞ ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ലെന്നും തിരുവഞ്ചൂർ പറയുന്നുണ്ട്. NM വിജയന്റെ കടബാധ്യതയിലടക്കം കോൺഗ്രസ് നേതൃത്വം നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നാണ് NM വിജയന്റെ കുടുംബം ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് വെച്ചാണ് പത്മജയടക്കമുള്ളവർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ചർച്ച നടത്തിയത്. NM വിജയന്റെ കുടുംബമാണിപ്പോൾ ചർച്ച നടത്തിയതിന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. അമൃത ന്യൂസ്, വയനാട്. അണികളുടെ ജീവനെ വിലകൽപ്പിക്കാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് CPM വയനാട് സെക്രട്ടറി K. റഫീഖ്. വയനാട്ടിൽ ഉണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധി MPയും കോൺഗ്രസ് നേതാക്കളും ആത്മഹത്യ ചെയ്ത ജോസ് നിലയിടത്തിൻ്റെ മൃതദേഹം കാണാൻ പോയില്ല. സ്വന്തം പാർട്ടിക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്നവരായി കോൺഗ്രസ് നേതാക്കൾ മാറി. NM വിജയന്റെ കുടുംബത്തെയും മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും കോൺഗ്രസ് മറുപടി പറയണമെന്നും K. റഫീഖ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത നിലയിലാണ്
കോൺഗ്രസിന്റെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്. 24 മണിക്കൂറാണ് ശ്രീമാൻ ജോസ് നെല്ലേടത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചത്. എന്നാൽ 24 മണിക്കൂറുണ്ടായിട്ടും വയനാട് ജില്ലയിലുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും ആ മൃതദേഹം പോയി കാണാനോ കുടുംബത്തെ സമാശ്വസിപ്പിക്കാനോ തയ്യാറായില്ല എന്നത് എങ്ങനെയാണ് പ്രവർത്തകരോട് കോൺഗ്രസ് പെരുമാറുന്നത് എന്നതിന്റെ തെളിവായി മാറിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാക്കളെ കെട്ടിത്തൂക്കി ക്രൂരമർദ്ദനം. യുവാവിൻ്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിന്നുകൾ കൊണ്ട് 23 തവണ അടിച്ചു. റാന്നി ആലപ്പുഴ സ്വദേശികളായ യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷും ഭാര്യ രശ്മിയും പിടിയിലായി. സ്റ്റേപ്ലർ പിന്നുകൾ കൊണ്ട് ജനനേന്ദ്രിയത്തിൽ അടിക്കുക, പ്ലെയർ ഉപയോഗിച്ച് കൈനഖങ്ങളിൽ പീഡനം തുടങ്ങി സമാനതകളില്ലാത്ത പീഡനമാണ് ആലപ്പുഴ റാന്നി സ്വദേശികളായ യുവാക്കൾക്ക് നേരിടേണ്ടി വന്നത്. സൈക്കോ മനോനില ഉള്ളവർ എന്നാണ് പ്രതികളായ ദമ്പതികളെ പോലീസ് FIRൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 1-ാം തീയതി ആലപ്പുഴ സ്വദേശിയായ യുവാവും 5-ാം തീയതി റാന്നി സ്വദേശിയായ യുവാവും ക്രൂരമർദ്ദനത്തിനിരയായി. പത്തനംതിട്ട ചരൽക്കുന്നിലുള്ള പ്രതി ജയേഷിന്റെ വീട്ടിൽ വെച്ചാണ് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചത്. യുവാക്കളെ സൗഹൃദം നടിച്ച് രശ്മി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പിന്നാലെ വിവസ്ത്രരാക്കി. യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തരത്തിൽ അഭിനയിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി. ശേഷം ജയേഷും രശ്മിയും ചേർന്ന് യുവാക്കളുടെ കൈകൾ കെട്ടുകയും കെട്ടിത്തൂക്കി മർദ്ദിക്കുകയുമായിരുന്നു. ഒരു യുവാവിന്റെ ലൈംഗികാവയവത്തിൽ 23 സ്റ്റേപ്ലർ പിന്നുകൾ അടിച്ചു. കൈയിലെ നഖം പ്ലെയർ ഉപയോഗിച്ച് അമർത്തി. ഈ മർദ്ദന ദൃശ്യങ്ങൾ പ്രതികൾ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഇരകളുടെ കയ്യിലുണ്ടായിരുന്ന പണവും ഫോണും പ്രതികൾ കവരുകയും ചെയ്തു. മർദ്ദനത്തിന് മുൻപ് ആഭിചാരക്രിയകൾ നടത്തിയതായും ഇരയായ യുവാക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. പിടിയിലായ ദമ്പതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരെ കൂടാതെ കൂടുതൽ ആളുകൾ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. തിരുവനന്തപുരത്ത് അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 17-കാരൻ്റെ ആരോഗ്യനില തൃപ്തികരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളത്തിൽ 12-ാം ക്ലാസ്സുകാരനൊപ്പം കുളിച്ച സഹപാഠികളും നിരീക്ഷണത്തിലാണ്. ഓഗസ്റ്റ് 16-നാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളത്തിൽ 3 സഹപാഠികളോടൊപ്പം 12-ാം ക്ലാസ്സുകാരൻ ഇറങ്ങിയത്. പിറ്റേന്ന് തന്നെ കുട്ടിക്ക് കടുത്ത തലവേദനയും ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായതോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. രോഗം കലശലായതോടെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു. അവിടെ വെച്ചാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൂടെയുണ്ടായിരുന്ന 3 പേരും നിരീക്ഷണത്തിൽ തുടരുകയാണ്. നിലവിൽ ഇവർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 16 മുതൽ ഇന്നലെ വരെ പൂളിലിറങ്ങിയവരുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു തുടങ്ങി. ഇവരെയും നിരീക്ഷണത്തിലാക്കും. നിലവിൽ പൂളിലെ വെള്ളം പൂർണ്ണമായും നീക്കണമെന്ന് ആരോഗ്യവകുപ്പ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂൾ ഭിത്തി തേച്ചുരച്ച് ശുചീകരിക്കണം. പുതുതായി വെള്ളം നിറയ്ക്കുമ്പോൾ നിശ്ചിത അളവിൽ ക്ലോറിൻ നിലനിർത്തണം. പൂളിൽ നിന്ന് ശേഖരിച്ച സാമ്പിളിന്റെ ഫലം ചൊവ്വാഴ്ച ലഭിക്കും. തുടർ നടപടികൾ പരിശോധനാ ഫലം കിട്ടിയതിന് ശേഷമാകും സ്വീകരിക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ച അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ഭൂരിഭാഗവും അക്കാന്ത അമീബ കാരണമുണ്ടായതാണ്. നേഗ്ലറിയ ഫൗലേറി, അക്കാന്ത അമീബ, സാപ്പിനിയ, ബാലമുത്തിയ, വെർമമീബ എന്നീ അമീബിക് വിഭാഗങ്ങളിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപുടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിൻജോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. 97% മരണനിരക്കുള്ള രോഗമാണിത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് 10 പേർ ചികിത്സയിൽ തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 9 പേരും സ്വകാര്യ ആശുപത്രിയിൽ ഒരാളുമാണ് ചികിത്സയിലുള്ളത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് സ്വദേശികളാണ് ചികിത്സയിലുള്ളവർ. ഇന്നലെ അന്നശ്ശേരി സ്വദേശിയായ 30-കാരൻ രോഗമുക്തി നേടി ആശുപത്രി വിട്ടിരുന്നു. ഈ വർഷം 17 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. RSS നേതൃത്വത്തിലിരുന്ന് ക്രിമിനൽ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയായാണ് രാധാകൃഷ്ണൻ വളർന്നതെന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ ഉണ്ടായ സങ്കീർണമായ രാഷ്ട്രീയമാണ് രാധാകൃഷ്ണന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമെന്നും ലേഖനത്തിൽ പറയുന്നു. രണ്ടാമുദയം എന്ന തലക്കെട്ടോടുകൂടി സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെതിരെ വിമർശനം.
മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമം നടത്തിയെന്നും ഹിന്ദു വ്യാപാര കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. RSS നേതൃത്വത്തിലിരുന്ന ക്രിമിനൽ സംഘങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയായാണ് രാധാകൃഷ്ണൻ വളർന്നത്. കോയമ്പത്തൂരിലെ 18 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട കലാപത്തിലൂടെയാണ് CP രാധാകൃഷ്ണൻ ഉയർന്നുവന്നത്. കോയമ്പത്തൂർ കലാപവും പ്രതികാരവും CP രാധാകൃഷ്ണന്റെ കരിയറിൽ വഴിത്തിരിവായി. ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ ഉണ്ടായ സങ്കീർണമായ രാഷ്ട്രീയമാണ് രാധാകൃഷ്ണന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനം. ജീവിതത്തിലും രാഷ്ട്രീയത്തിലും പിഴവില്ലാത്ത കച്ചവടക്കാരനായിരുന്നു രാധാകൃഷ്ണനെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. ഉപരാഷ്ട്രപതിക്കെതിരെയുള്ള സമസ്തയുടെ പരസ്യ വിമർശനം ചർച്ചയായതോടെ BJPയും RSSും അതെങ്ങനെ ഏറ്റെടുക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിരുന്നുവെന്നും കേന്ദ്രത്തിലെ പ്രതീക്ഷ അവസാനിച്ചപ്പോഴാണ് കേരള സർക്കാർ സ്വന്തം നിലയ്ക്ക് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയതെന്നും മന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്ന തീരുമാനമെടുക്കാൻ കാലതാമസമുണ്ടാകുന്ന അവസ്ഥയാണ്. ആ നിബന്ധനകളിലാണ് ഇളവ് വരുത്തുന്നത്. ഭേദഗതി ബിൽ കേന്ദ്ര നിയമത്തിനെതിരല്ല എന്നും മന്ത്രി പറഞ്ഞു. നിരന്തരമായി ഉണ്ടാകുന്ന വന്യജീവി ശല്യവും ആക്രമണവും സംസ്ഥാന സർക്കാരിനും വനം വന്യജീവി വകുപ്പിനും എന്നും തലവേദനയായിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണാതെ കേന്ദ്രവും കേരളവും പരസ്പരം പഴിചാരുന്ന അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിലാണ് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് കേരള സർക്കാർ അംഗീകാരം നൽകിയത്. ജനങ്ങൾക്ക് മനസമാധാനം നൽകുന്ന തീരുമാനമാണ് മന്ത്രിസഭയെടുത്തതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര സർക്കാരിനോട് പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിരുന്നുവെന്നും കേന്ദ്രത്തിലെ പ്രതീക്ഷ അവസാനിച്ചപ്പോഴാണ് കേരള സർക്കാർ സ്വന്തം നിലയ്ക്ക് വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്ന തീരുമാനമെടുക്കാൻ കാലതാമസമുണ്ടാകുന്ന അവസ്ഥയാണ്. ആ നിബന്ധനകളിലാണ് ഇളവ് വരുത്തുന്നത്. ഭേദഗതി ബിൽ കേന്ദ്ര നിയമത്തിന് എതിരല്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളം വന്യജീവി അക്രമത്തെ ഒരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായ ഒരു പ്രകൃതി ദുരന്തമായി ഇത്തരം പ്രശ്നങ്ങളെ കാണുകയും അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രം നമുക്ക് പ്രകൃതി ദുരന്തമാണ്. പ്രകൃതി ദുരന്തം ഉണ്ടെന്ന് വെച്ചാൽ 365 ദിവസം നിരോധനമില്ലല്ലോ. അത്തരം ഘട്ടങ്ങളിൽ ഇത് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള അനുവാദമാണ് ഈ ബില്ലിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി കഴിയും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് സർക്കാരിന്റെ ബില്ലിലെ ഭേദഗതി എന്നാണ് ഉയരുന്ന ആരോപണം. എന്നാൽ അത്തരമൊരു ലക്ഷ്യമില്ലെന്നും ജനങ്ങളുടെ മനസമാധാനത്തിനാണ് പ്രാധാന്യമെന്നും മന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, കോഴിക്കോട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ലഭിച്ച ശേഷം തുടർ നടപടികൾ ആലോചിക്കാൻ LDF തീരുമാനം. ബീഹാർ രീതിയിൽ SIR നടപ്പിലാക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഡൽഹിയിൽ പറഞ്ഞു. പ്രവാസികളുടെ വോട്ട് ഉൾപ്പെടെ ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ തീരുമാനിക്കുകയെന്ന് LDF കൺവീനർ അറിയിച്ചു. രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ വലിയ ആശങ്കയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പങ്കുവയ്ക്കുന്നത്. ബീഹാറിൽ BLOമാർ BJP ഇതര വോട്ടുകൾ കൂട്ടത്തോടെ ഇല്ലാതാക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. സമാന രീതി കേരളത്തിൽ ഉൾപ്പെടെ അവലംബിച്ചാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകും. ബീഹാറിൽ നടപ്പിലാക്കിയ രീതി സംബന്ധിച്ച ആശങ്കയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിയുമ്പോൾ തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ബീഹാറിൽ ഇതിനെ ദുരുപയോഗപ്പെട്ടു. അവർ BLOമാരെ ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് എങ്ങനെ ഇത് ചെയ്യണം, പട്ടിക എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച് നിർദ്ദേശം നൽകുന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ടായി. അത് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾക്ക് ചേരുന്നതല്ല. പ്രവാസികളുടെ വോട്ട് എങ്ങനെ നിലനിർത്തും എന്നതിനെക്കുറിച്ചും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. രേഖകൾ സമർപ്പിക്കുന്നതിലുൾപ്പെടെ പ്രശ്നങ്ങളുണ്ടാകും. SIRന്റെ കാര്യത്തിൽ പൊതുസമീപനം സ്വീകരിക്കുന്നതിൽ ആശയക്കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SIR രാജ്യവ്യാപകമായി നടപ്പിലാക്കുമെന്നതിൽ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നാണ് CPM വ്യക്തമാക്കുന്നത്. ശരിയായ രീതിയിലല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുമെന്ന് UDFും നിലപാടെടുത്തിട്ടുണ്ട്. ഏതായാലും SIR കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർന്നുവരികയാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടർ PS മഹേന്ദ്രകുമാറാണ് ഹർജി നൽകിയത്. പരിപാടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് ഹർജിക്കാരൻ പറയുന്നു. ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജി നൽകിയിട്ടുള്ളത്.
ഈ മാസം 20-നാണ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പമ്പാതീരത്ത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇത് തടയണമെന്നാവശ്യപ്പെട്ടാണ് ഡോക്ടർ PS മഹേന്ദ്രകുമാർ ഹർജി നൽകിയത്. ആഗോള അയ്യപ്പ സംഗമത്തിന് അനുമതി നൽകിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് ഹർജി നൽകിയിട്ടുള്ളത്. സംഗമം അനുവദിച്ച ഹൈക്കോടതി വിധി അപകടകരമായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്നാണ് ആവശ്യം. അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും ദേവസ്വം ബോർഡുകളുടെ രാഷ്ട്രീയവൽക്കരണമാണ് നടക്കുന്നതെന്നും ഹർജിക്കാരൻ പറയുന്നു. അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടായിരുന്നു ഹർജി ഹൈക്കോടതി തള്ളിയത്. ശബരിമലയുടെ പവിത്രതയെ അയ്യപ്പ സംഗമം ബാധിക്കരുതെന്ന കർശന നിർദ്ദേശം ഹൈക്കോടതി സർക്കാരിന് നൽകിയിട്ടുണ്ട്. പരിപാടിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് മുഴുവൻ കണക്കുകളും നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകരുതെന്നും സന്നിധാനത്തെത്തുന്ന സാധാരണ അയ്യപ്പ ഭക്തന് കിട്ടുന്ന പരിഗണന മാത്രമേ നൽകാവൂ എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കുംഭമേള മാതൃകയിൽ അയ്യപ്പ ഭക്തരുടെ സംഗമം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡ് മറുപടി നൽകിയിട്ടുള്ളത്. പമ്പാതീരത്ത് നടക്കുന്ന സംഗമത്തിൽ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടകൻ. മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. വിവിധ സാമുദായിക നേതാക്കളെയും ദേവസ്വം ബോർഡ് ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന നിലപാടുകൾ ഏറ്റവും നിർണായകമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഏഷ്യാകപ്പിൽ ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്ന ഇന്ത്യ പാക് മത്സരം ഇന്ന് ദുബൈ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള തീരുമാനത്തിലാണ് BCCI. UAEക്കെതിരായ മിന്നുന്ന ജയത്തോടെയാണ് ഇന്ത്യ പാകിസ്ഥാനെ നേരിടാനെത്തുന്നത്. പാകിസ്ഥാനാകട്ടെ ഒമാനെതിരായ ആധികാരിക ജയത്തോടെയും. എന്തായാലും ഈ കളിയിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം. ഇന്ത്യയുടെ പ്ലേയിങ് 11-ൽ മാറ്റങ്ങൾക്ക് സാധ്യത കുറവാണ്. സ്പിന്നർമാരാകും മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുക. ജസ്പ്രീത് ബുംറയും ഷഹീൻ അഫ്രീദിയും മാത്രമാകും ഇരു ടീമിന്റെയും പ്ലേയിങ് 11-ലെ പേസർമാർ. കാൽമുട്ടിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പതിവ് ശൗര്യം ഷഹീന്റെ പന്തുകൾക്കില്ലെന്നത് പാകിസ്ഥാനെ കൂടുതൽ ദുർബലമാക്കുന്നു. സൂപ്പർ താരങ്ങളായ ബാബറും റിസ്വാനും ഇല്ലാതെയാണ് പാകിസ്ഥാന്റെ വരവ്. ഓപ്പണർ സെയിം അയൂബ്, മധ്യനിര ബാറ്റർ ഹസൻ നവാസ്, സ്പിന്നർമാരായ അബ്രാർ അഹമ്മദ് സൂഫിയാൻ, മുഖിൻ അഹമ്മദ് നവാസ് എന്നിവർ ചേരുന്നതാണ് പാകിസ്ഥാന്റെ പുതിയ മുഖം. ഇന്ത്യയും പാകിസ്ഥാനും A ഗ്രൂപ്പിലായതിനാൽ ഫൈനൽ മത്സരത്തിന് അവസരമുണ്ടാവില്ല. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്കൊപ്പം പാകിസ്ഥാൻ, ഒമാൻ, UAE ടീമുകളാണ് ഗ്രൂപ്പ് Aയിലുള്ളത്. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയതിനാൽ പ്രവാസികളായ കാണികളിൽ ആവേശം വാനോളമാണ്. ആദ്യഘട്ട മത്സരം പൂർത്തിയായാൽ ഇരു ഗ്രൂപ്പുകളിൽ നിന്നും 2 വീതം ടീമുകൾ സൂപ്പർ 4ലേക്ക് കടക്കും. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ ഇന്ത്യയുടെ സൂപ്പർ 4 മത്സരങ്ങളെല്ലാം ദുബായിലായിരിക്കും. അതേസമയം ഗ്രൂപ്പിൽ രണ്ടാമതാണെങ്കിൽ സൂപ്പർ 4 മത്സരങ്ങളിൽ ഒന്ന് അബുദാബിയിലും ബാക്കിയുള്ളത് ദുബായിലുമാകും നടക്കുക. സെപ്റ്റംബർ 20 മുതൽ 26 വരെയാണ് സൂപ്പർ 4 മത്സരങ്ങൾ. സെപ്റ്റംബർ 28-ന് ദുബായിലാണ് ഫൈനൽ മത്സരം. 2 ഫോർമാറ്റിലുമായി 8 തവണ കപ്പുയർത്തിയ ഇന്ത്യക്ക് തന്നെയാണ് ഇത്തവണയും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. അതേസമയം ഇന്ത്യ പാക് മത്സരത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വിമർശനവുമായി പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരകളായവരുടെ കുടുംബങ്ങൾ രംഗത്ത് വരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നു. പിന്നെ മത്സരം എന്തിനെന്ന് ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾ ചോദിക്കുന്നു. മത്സരം രാജ്യം ഒറ്റക്കെട്ടായി ബഹിഷ്കരിക്കണമെന്ന് ഭർത്താവിനെ നഷ്ടമായ ഐഷ്യാന്യ ദ്വിവേദി പറഞ്ഞു. വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികളും രംഗത്തുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കളി നടക്കട്ടെ എന്നാണ്. എന്താണ് കുടുംബം ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്? പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയാണോ? രാജേഷ്, ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി വന്നപ്പോൾ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയത് അടിയന്തര ഇടപെടൽ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ മത്സരം നടക്കട്ടെ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് എന്ത് അടിയന്തര പ്രാധാന്യമുള്ളത് എന്നുള്ളതാണ് കോടതി അത് ചോദിച്ചത്. പക്ഷേ അതേസമയം തന്നെയാണ് ഈ പെഹൽഗാം ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ അവരുടെ കുടുംബാംഗങ്ങൾ അതിശക്തമായ വിമർശനവുമായി തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. എന്തിന്റെ അനുമതി നൽകിയത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രി പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ അവസാനിക്കാത്ത ഒരു തരത്തിൽ ആ രാജ്യവുമായി ഒരു മത്സരം നടത്തേണ്ട ആവശ്യകത എന്ത്? ഇക്കാര്യത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങൾ ചോദിക്കുന്നത്. അത് പലതരത്തിൽ, അത് ഭർത്താവിന് നഷ്ടപ്പെട്ടവരുണ്ട്, ഒപ്പം തന്നെ സഹോദരൻ നഷ്ടപ്പെട്ടവരുണ്ട്, ഒപ്പം തന്നെ മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്. ഇങ്ങനെ നിരവധിയായ ആളുകളാണ് ഇത്തരത്തിൽ വിമർശനവുമായി രംഗത്ത്. ഇതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും അതിശക്തമായി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പണത്തേക്കാൾ വലുത് രാജ്യ താല്പര്യമാണെന്ന് പറയുന്ന ആളുകളാണ് പണത്തിന് വേണ്ടി ഇത്തരം വിട്ടുവീഴ്ച
വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം മുന്നോട്ട് വെക്കുന്നത്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതൊരു മത്സരമായി കണ്ടാൽ മതി. കാരണം BCCIക്ക് അത്തരമൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അന്താരാഷ്ട്ര മത്സരങ്ങളാണ്. സ്വാഭാവികമായും അത്തരം മത്സരങ്ങളിൽ നിന്ന് ഒരു ടീമുമായി കളിക്കാതെ വരുമ്പോൾ ആ ടൂർണമെന്റിൽ നിന്ന് പൂർണ്ണമായും പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അത് രാജ്യത്തിന്റെ കായിക സംവിധാനത്തിന് തന്നെ വലിയ തിരിച്ചടിയുണ്ടാവും. അതുകൊണ്ടാണ് ഇത്തരമൊരു നീക്കമെടുത്തത്. അതിൽ ആ രാജ്യവുമായുള്ള മറ്റ് ആഭ്യന്തര വിഷയങ്ങളുമായി ഇതിനെ ബന്ധിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് BJPയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും എടുക്കുന്നത്. രാജേഷ്, ഇന്ത്യ പാക് മത്സരത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. പുലർച്ചെ 3-ന് നട തുറന്നതു മുതൽ വലിയ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂരിനെ അമ്പാടിയാക്കിയ ശോഭായാത്രയും നടന്നു. അഷ്ടമി രോഹിണി ദിനത്തിൽ ഗുരുവായൂരിൽ ദർശനം നടത്താനായി തലേ ദിവസം മുതൽ കാത്തുനിന്നത് 10,000-കണക്കിന് ഭക്തരാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഗുരുവായൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. രാവിലത്തെ ചടങ്ങുകൾക്ക് ശേഷം കണ്ണന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ നിന്നും പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ നിന്നുമുള്ള എഴുന്നള്ളിപ്പുകളാണ് ആദ്യം ക്ഷേത്രാങ്കണത്തിലേക്ക് പുറപ്പെട്ടത്. മമ്മിയൂരപ്പന്റെ മുന്നിൽ പൂക്കളം തീർത്ത് നിലവിളക്ക് കൊളുത്തി താലമേന്തി കണ്ണനെയും രാധയെയും ഗോപികമാരെയും കളത്തിലേക്ക് അനയിച്ചു. തുടർന്ന് ഉറിയടിയും ഗോപികാ നൃത്തവും വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ ജീവത എഴുന്നള്ളിപ്പും നടന്നു. അരമണിക്കൂറോളം നീണ്ട ജീവത എഴുന്നള്ളിപ്പിന് ശേഷം രണ്ടാമതായി കണ്ണന്റെയും രാധയുടെയും പ്രേമഭാവത്തെ അനുസ്മരിപ്പിച്ച് ഗോപികാ നൃത്തം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി. വാദ്യമേള ആഘോഷങ്ങളുടെ അകമ്പടിയോടെ ഉറിയടിയും ഘോഷയാത്രയിലുടനീളം അരങ്ങേറി. ഘോഷയാത്രയുടെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് നടയിലെത്തിയത്. അമൃത ന്യൂസ്, തൃശൂർ. ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ദിനത്തിൽ വൈവിധ്യങ്ങളായ ചടങ്ങുകളാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഉറിയടിയും നങ്ങ്യാർകൂത്തും ശോഭയാത്രയും ആഘോഷങ്ങൾക്ക് ആവേശമാകുകയാണ്. ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഉറിയടി ഘോഷയാത്ര കച്ചേരിമുക്ക് വഴി 12 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഉച്ചയ്ക്ക് ഭഗവാന്റെ പിറന്നാൾ സദ്യയും നടക്കുന്നുണ്ട്. വൈകുന്നേരം 7-ന് ഗരുഡവാഹന എഴുന്നള്ളിപ്പോടെ അഷ്ടമി രോഹിണിയുടെ ചടങ്ങുകൾ തുടങ്ങും. രാത്രി 10 മണിക്ക് 5 പൂജ, വിശേഷാൽ നവകാഭിഷേകം, 12-ന് കൃഷ്ണപ്പിറവി, ഉണ്ണിയപ്പ നിവേദ്യം, അത്താഴ ശ്രീബലി, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും. അനന്തപുരിയിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാളയം മുതൽ കിഴക്കേക്കോട്ട വരെ മഹാശോഭയാത്ര കടന്നുപോകുന്ന വീതിക്ക് ഇരുവശവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 80 കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭയാത്ര പാളയം മഹാഗണപതി ക്ഷേത്രത്തിന് മുമ്പിൽ ഒത്തുകൂടും. വൈകുന്നേരം 4 മണിക്ക് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി മഹാശോഭയാത്ര ഉദ്ഘാടനം ചെയ്യും. 1000-ഓളം ശോഭായാത്രകൾ ഇന്ന് ജില്ലയിലെ വിവിധ വീഥികളിൽ അണിനിരക്കും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയും സമൂഹ സദ്യയും ക്ഷേത്രാങ്കണത്തിൽ ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി P പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അല്പസമയത്തിനകം വള്ളസദ്യ ആരംഭിക്കും. വള്ളസദ്യയിൽ 52 പള്ളിയോടങ്ങളും 1 ലക്ഷത്തിൽ പരം ആളുകളും പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ ദേവ്, എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? രാജേഷ്, ഇപ്പോൾ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. വള്ളസദ്യ പുരോഗമിക്കുകയാണ്. വള്ളസദ്യ 52 കരകളിലെയും പള്ളിയോടങ്ങളും പള്ളിയോടക്കരക്കാരും അതുപോലെ സമൂഹ സദ്യയിൽ പങ്കെടുക്കുന്നവരുമെല്ലാം ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വള്ളസദ്യ വിളമ്പി തുടങ്ങി പുരോഗമിക്കുകയാണ്. രാവിലെ മന്ത്രി VN വാസവനാണ് വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തത്. വിവിധ മന്ത്രി P പ്രസാദ് ഉൾപ്പെടെ സന്നിഹിതരായിരുന്നു. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും തുടങ്ങി ജില്ലാ ഭരണകൂടത്തിന്റെയും ദേവസ്വം ബോർഡും എല്ലാം സഹകരിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷയും ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഇവിടെ രാവിലെ തൊട്ട് ചെയ്തിരുന്നു. കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.
മറ്റു വാർത്തയിലേക്ക് പക്ഷി ഇടിച്ചതിനെ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനം തിരിച്ചിറക്കി. ഇന്ന് രാവിലെ 6:30 അബുദാബിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് 45 മിനിറ്റുകൾക്കകം തിരിച്ചിറക്കിയത്. 180 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം അധികൃതർ അറിയിച്ചു. മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ അബുദാബിയിൽ എത്തിക്കും. പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടയിൽ സാങ്കേതിക തകരാറ് ഉണ്ടായ ഇൻഡിഗോ വിമാനം അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ലക്നൗ വിമാനത്താവളത്തിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വിമാനമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. രാവിലെ 11 മണിക്ക് പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടെ റൺവേ അവസാനിക്കാറായിട്ടും ടേക്ക് ഓഫിന് സാധിക്കാതെ വന്നതോടെ പൈലറ്റ് എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ച് വിമാനം നിർത്തി. യാത്രക്കാർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. സമാജ്വാദി പാർട്ടി MP ഡിംപിൾ യാദവ് ഉൾപ്പെടെ 151 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. കുടിയേറ്റക്കാർക്കെതിരെ ലണ്ടൻ നഗരത്തിൽ 10,000 പങ്കെടുത്ത പ്രതിഷേധ റാലി. രാജ്യത്തെ തീവ്ര വലതുപക്ഷവാദിയായ ടോമി റോബിൻസന്റെ നേതൃത്വത്തിലാണ് കുടിയേറ്റക്കാർക്കെതിരെ യുണൈറ്റ് ദി കിങ്ഡം എന്ന പേരിൽ റാലി സംഘടിപ്പിച്ചത്. ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകൾ റാലിയിൽ പങ്കെടുത്തു. ചെറുസംഘങ്ങളായി എത്തിയ ആളുകളാണ് ലണ്ടൻ നഗരത്തിൽ ഒത്തുകൂടി പ്രതിഷേധിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധം ലണ്ടൻ നഗരത്തിൽ പലയിടത്തും സംഘർഷങ്ങൾക്ക് കാരണമായി. തടയാൻ ശ്രമിച്ച പോലീസുകാർക്കും മർദ്ദനമേറ്റു. പോലീസ് നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കെതിരെയുള്ള പ്രതിഷേധം ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.